ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനു മുന്നേ പറയട്ടെ, എൻ്റെ പേര് വന്നിട്ട് സെയ്ജ് എസ് എന്നാണ് കേട്ടോ. സെയ്ജ് എന്നാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും ആർക്കും പിടികിട്ടാത്തൊരു പേരാണ്. എന്തായാലും ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. ഞാനിപ്പോൾ ആക്ച്വലി +2 എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വെക്കേഷൻ ടൈമാണ്. ദെൻ ഇപ്പോൾ ഓൾറെഡി ഒരു മന്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ ഒരു ആ മന്ത് ഞാൻ സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരു കൈ കണ്ടല്ലോ, അനിയനാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു തന്ന കാര്യം, ഏപ്രിൽ മന്ത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മോഡറേഷൻസ് ഒന്നും വരുത്താതെ പറയുകയാണെങ്കിൽ ആകെപ്പാടെ ഒരു ശോകമുഖമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സാമിൻ്റെ സംഭവം, സ്കൂള്, ട്യൂഷൻ ക്ലാസ്, ഇതൊക്കെ പെട്ടെന്നല്ല എങ്കിലും സ്റ്റോപ്പായപ്പോൾ, കംപ്ലീറ്റ്ലി എല്ലാം കൂടി ഒന്നിച്ചങ്ങ് സ്റ്റോപ്പായപ്പോൾ ആകെപ്പാടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലായിരുന്നു ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും അപ്പോൾ ആ ഒരു 1 മന്ത് ഞാൻ പ്രത്യേകിച്ച് എന്താ പറയുക, ഈ ക്ലാസ്സിനോ അങ്ങനെയൊന്നും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ അത് മാത്രമല്ല നെക്സ്റ്റ് പോകാൻ പോകുന്ന കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുക. ഇതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 2 കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കരുതി മെയ് മന്ത് ആകുന്നുണ്ട്, അപ്പോൾ ഉറപ്പായിട്ടും എന്തെങ്കിലും ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരണം, അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തില്ല. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ മെയ് മന്തിൽ ഒരു മെയ് 5-നൊക്കെയാണ് കേട്ടോ ഞാൻ എന്താ പറയുക, നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 6 മന്ത് ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണ്. ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പഴയ മറ്റേ മെഷീൻ ഉണ്ടല്ലോ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ, ആ മെഷീനിലാണ് അവർ പഠിപ്പിക്കുന്നത്. ദെൻ പക്ഷേ അതിൻ്റെ കീബോർഡ് സ്ട്രക്ചർ വന്നിട്ട് നമ്മുടെ നോർമൽ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൻ്റെ സെയിം ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര വാല്യുബിൾ ആയിരിക്കും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പിംഗ് ആണ് ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. രാവിലെ ഒരു 9:15 ആയിട്ടുണ്ട്. നമ്മളൊരു 9:30 ഇറങ്ങും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബസ്സാണുള്ളത്. അപ്പം നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് എന്താ പറയുക, ഒരു 1.5 ഹവറോളം ക്ലാസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും ക്ലാസ്സിന് പോകാം. ലെറ്റ്സ് ഗോ. ആക്ച്വലി ഞാൻ മാത്രമല്ല കേട്ടോ പോകുന്നത്, എൻ്റെ കൂടെ 2 കുട്ടികൾ കൂടി ഉണ്ട്. അതായത് എൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ് കൂടെ ഉള്ളത്. പിന്നെ നമ്മൾ 3 പേരുമായിട്ടാണ് നമ്മൾ എന്താ പറയുക ക്ലാസ്സിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിലായിരുന്നു പോയത്. എവിടെ നിന്ന് ഒരു ബസ് കയറിയാൽ മതി. എന്തായാലും നമ്മുടെ ഈ ഒരു പ്ലേസ് ഞാൻ പറഞ്ഞില്ലല്ലോ, അമരവിളയായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ ഇങ്ങേ അറ്റത്തെ താലൂക്കാണ് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ് അമരവിള എന്ന് പറയുന്നത്. ദെൻ അവിടുത്തെ CSI അമരവിള ചർച്ചാണ് കേട്ടോ ഇത്. ഈ ചർച്ചിനടുത്തായിട്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇത്രയും വിഷ്വൽസ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ അതിന് നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ് പഠിക്കാൻ പറഞ്ഞല്ലോ, ഒരു 1.5 ഹവറേ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി ടൈപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരെന്ന് പറയുമ്പോൾ എബിനും പ്രജിനുമായിരുന്നു. ഞാൻ അവരെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എബിനിപ്പോൾ ആക്ച്വലി 10th കഴിഞ്ഞിട്ടുണ്ട്. സോ അവന് സ്കൂളിൽ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയോ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയുള്ള തന്നെ അമരവിള LMS അമരവിള സ്കൂളിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോഴായിരുന്നു ഈ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അല്ലെങ്കിലും ഇതുപോലെയുള്ള ആർട്ട് വർക്കും സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. പക്ഷേ എനിക്കതൊന്നും ചെയ്യാനായിട്ട് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കാനായിട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്തൊക്കെ നോക്കാറുണ്ട് കേട്ടോ. പക്ഷേ അത്രത്തോളമൊന്നും ഒരു പെർഫെക്ഷൻ വരത്തില്ലെങ്കിലും ജസ്റ്റ് എൻ്റേതായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അനിയൻ അവനിപ്പോൾ അടുത്ത 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൻ അത്യാവശ്യം ഇപ്പോഴേ കുറച്ച് ഡ്രോയിങ്സിലൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി ഒരു ക്യാപ്പബിളാണ് കേട്ടോ. എന്നെക്കാളും അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അവന് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെയായിരുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അധികം പേര് രാവിലെയൊക്കെയാണ് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഉച്ച കഴിഞ്ഞല്ലോ ക്ലാസ് കഴിഞ്ഞ് അവിടെ പോയപ്പോൾ. പേര് പറഞ്ഞു. നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ എവിടെ ഇരിക്കുകയാണ്, എവിടെ ബസ്സിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ചൂടും വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ ആ ഒരു വീഡിയോ എടുത്തത്. എബിനാണെങ്കിൽ എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോനാണ് കേട്ടോ. ദെൻ പ്രജിനാണെങ്കിലും എൻ്റെ അടുത്തൊരു റിലേറ്റീവാണ്.
പിന്നെ ഈ ഒരു CSI അമരോള ചർച്ചിൻ്റെ കോമ്പൗണ്ടൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അവിടെ പോയി ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നടക്കുമെന്ന് അറിയത്തില്ല. പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സെപ്പറേറ്റ് ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇതാണ് കേട്ടോ ഞാനിന്ന് ടൈപ്പ് ചെയ്ത പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു 4 പേപ്പർ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വശമായിട്ടും അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. അതാണിങ്ങനെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ നമ്മൾ പ്രത്യേകം സെപ്പറേറ്റ്ലി ഇതിന് വേണ്ടി മേടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്ന രീതി. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിന് അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.